ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ അർജുൻ. നമുക്ക് യാത്രയും ചെയ്യാം, ഭക്ഷണം കഴിക്കാം. നമ്മുടെ പുതിയ ടാഗ് ലൈൻ എങ്ങനെയുണ്ട്? കുറെ പേര് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അപ്പൊ ഞാനിപ്പോ മൈസൂരൊക്കെ ഒരുവിധമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ വന്നിരിക്കുന്നത് ടിബറ്റിലേക്കാണ്. മൈസൂരിൽ നിന്ന് ടിബറ്റിലേക്ക് ബസ്സിലെത്താമെന്ന് അടുത്താണ് അറിഞ്ഞത്. ടിബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ടിബറ്റ് ആണ്. കർണാടകയിൽ തന്നെ വൈലക്കുപ്പെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മോൺസ്ട്രി ഉണ്ട്, എംബ്രോയിഡിംഗ് മോൺസ്ട്രി ഉള്ളത്. അപ്പൊ ഇവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരൂ. അപ്പോഴേക്കും ഞാനൊന്ന് അകത്തേക്ക് പോട്ടെ. മൈസൂർ പാലസ് ഒക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് ചെറിയ രീതിയിലൊരു ലഞ്ചും കഴിച്ച് നേരെ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. നമുക്ക് കുശാൽ നഗർ ബസ്സാണ് പിടിക്കേണ്ടത്. ഇവിടുത്തെ KSRTC ബസ്സിൽ മൊത്തം കന്നഡ മാത്രം, എവിടെയും ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഒളിച്ചു നിൽക്കുക കള്ളൻ. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. 91 രൂപയാണ് ഇവിടെ നിന്നുള്ള ബസ് ചാർജ്. അങ്ങനെ ഏതാണ്ട് 3 മണിക്ക് ബസ് മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു. കുശാൽ നഗർ എത്തുന്നതിന് 4 കിലോമീറ്റർ മുമ്പുള്ള ബൈലക്കുപ്പയിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഈ ബസ് കുശാൽ നഗറും കഴിഞ്ഞിട്ട് സോംവാർപേട്ട് വരെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഇരിക്കുന്ന ചേട്ടനോടൊന്ന് പറഞ്ഞു, എന്നെ ബൈലക്കുപ്പ എത്തുമ്പോൾ ഒന്ന് വിളിക്കണേന്ന്. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. അല്ല, എന്നെ ഉറക്കത്തുനിന്ന് വിളിച്ചെണീപ്പിക്കാൻ വേണ്ടി മാത്രം ആ ചേട്ടൻ കുശാൽ നഗർ വരെ യാത്ര ചെയ്യണമെന്ന് പറയുന്നത് പൊളിറ്റിക്കലി റോങ് അല്ലേ? എന്തായാലും ഞാൻ വലിയ ഉറക്കമൊന്നും ഉറങ്ങിയിട്ടില്ല. പുറത്താണെങ്കിൽ നല്ല കാഴ്ചകളുണ്ട്. 5:15 കൂടി ബൈലക്കുപ്പയിലെത്തി ഒരു ഓട്ടോ പിടിച്ച് മൊണാസ്ട്രി കാണാൻ പോവുകയാണ്. 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കയറണമല്ലോ. പോകുന്ന വഴിയിൽ നല്ല മനോഹരമായ തെങ്ങിൻ തോട്ടങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ ആ ടിബറ്റൻ കൊടികളും ഒക്കെ ആയിട്ട് യഥാർത്ഥ ടിബറ്റിലെത്തിയൊരു ഫീലാണ്. മൈസൂരിൽ നിന്ന് 3 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 85 കിലോമീറ്ററോളം ബസ്സിലും ഓട്ടോയിലൊക്കെ ആയിട്ട് യാത്ര ചെയ്തിട്ട് നമ്മൾ ടിബറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രവേശന കവാടം യാതൊരുവിധ ചാർജും ഇല്ല കേട്ടോ. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ക്ലോസിംഗ് ടൈം അടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാണ്ട് നേരെ നമുക്ക് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാം. നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു, ഞാൻ തംബ്നെയിലിൽ കൊടുത്ത ഫോട്ടോവും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോയും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. നടുവിലുള്ള ബുദ്ധൻ്റെ ഗോൾഡൻ പ്രതിമ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അവരത് ചില പൂജകൾക്കായിട്ട് മാറ്റി വച്ചിരിക്കുകയാണ്. ഇതാണ് ആ ഫോട്ടോ. നടുവിലുള്ളത് ലോർഡ് ബുദ്ധ, ഇടതുവശത്ത് ലോർഡ് അമിറ്റായസ്, വലതുവശത്ത് ലോർഡ് പത്മസംഭവ. എനിക്ക് ഇന്ന് ബുദ്ധപ്രതിമ കാണാൻ പറ്റിയില്ല. ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. മോറോവർ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിന് നേരെ ഓപ്പോസിറ്റിൽ തന്നെ മൊണാസ്ട്രിയും ഉണ്ട്. നമുക്ക് അങ്ങോട്ടും പോവാം. ടിബറ്റൻ ഗോൾഡൻ ടെമ്പിളിന് പുറകിലുള്ളൊരു വലിയ കഥയുണ്ട്. 1959 ചൈനീസ് അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് ടിബറ്റിൽ ചൈനക്കാര് അവിടെ ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു. അപ്പം അതുകൊണ്ട് തന്നെ ടിബറ്റൻ ജനത ഏതാണ്ട് 80,000-ഓളം ആളുകൾ, ഇപ്പോഴുള്ള ദലൈലാമയുടെ നേതൃത്വത്തിൽ 80,000-ഓളം ടിബറ്റൻ ആളുകൾ അവിടെ നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും എത്തി. അതിൽ കൂടുതൽ ആളുകളും അരുണാചൽ പ്രദേശ്, അതുപോലെ തന്നെ ധർമ്മശാല എന്നീ സ്ഥലങ്ങളിലേക്കാണ് പോയത്. അതിലൊരു വിഭാഗം ആളുകൾ കർണാടകയിലെത്തി. കർണാടകയിൽ ഏതാണ്ട് 20,000-ഓളം ആളുകൾ എത്തിയെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കർണാടകയിൽ എത്തിയ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കർണാടക ഗവൺമെന്റ് മൈസൂരിൽ ഏതാണ്ട് 2000 ഏക്കറോളം സ്ഥലം അവർക്കായി കൊടുത്തു. അപ്പോൾ ഇതിന് ചുറ്റും ഒരുപാട് മൊണാസ്ട്രീസ് ഉണ്ട്. പക്ഷെ ഇതാണ് വലുത്.
ആൻഡ് ഇവിടത്തെ ടെമ്പിൾ, ഈ ഗോൾഡൻ ടെമ്പിള് വളരെ പ്രാധാന്യമാണ്. ഈ മൈസൂരിൽ നിന്നും മടിക്കേരി പോകുന്ന റൂട്ടിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. ഈ മൊണാസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ മൊണാസ്ട്രിയാണ് നാംഡ്രോളിംഗ് മൊണാസ്റ്ററി. ഏറ്റവും വലിയ മൊണാസ്റ്ററി ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ്. ബാംഗ്ലൂർ കൂർഗ് ഹൈവേയിൽ ബാംഗ്ലൂരിൽ നിന്ന് 225 കിലോമീറ്റർ, മൈസൂരിൽ നിന്ന് 85 കിലോമീറ്റർ, മടിക്കരിയിൽ നിന്നും 35 കിലോമീറ്റർ. ഏറ്റവും അടുത്തുള്ള പട്ടണം എന്ന് പറയുന്നത് കുശാൽ നഗറാണ്, വെറും 4 കിലോമീറ്റർ. നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് വരുന്നതെങ്കിൽ കുശാൽ നഗറിലോ അല്ലെങ്കിൽ ബൈലക്കുപ്പയിലോ ഇറങ്ങി ഒരു ഓട്ടോ എടുത്ത് വരാവുന്ന ദൂരമേ ഉള്ളൂ. ഇതൊരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണ്. ഗോൾഡൻ ടെമ്പിളിനകത്താണെങ്കിലും മൊണാസ്ട്രിക്കകത്താണെങ്കിലും ടൂറിസ്റ്റുകൾക്ക് പോകാൻ അനുവദനീയമായിട്ടുള്ളൊരു ബോർഡർ ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ അതിനപ്പുറത്ത് ചെയ്യുന്നുണ്ടാവും. ഇങ്ങോട്ട് വരുന്ന വിനോദസഞ്ചാരികൾ അവരുടെ ദൈനംദിന പൂജകൾക്ക് യാതൊരു വിധത്തിലുള്ള ശല്യവും ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ ഒരു നോ എൻട്രി സോൺ ഉണ്ട്. ഇതിനപ്പുറത്താണ് ടിബറ്റൻ ജനത താമസിക്കുന്നത്. നമ്മള് മോഹൻലാലിന്റെ യോധ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടല്ലോ. യോധ സിനിമയില് ഒരു റിംപോച്ചെ ഉണ്ട് അല്ലെ, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മൊട്ടത്തലയൻ. ആ റിംപോച്ചയുടെ ആ പേര് തന്നെയാണ് ഇവിടുത്തെ ഫൗണ്ടറിന്റെ പേര്, പെനോർ റിംപോച്ചെ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ക്യാബ്ജെ നുംബാർ പ്രഭു നഗോർ റിംപോച്ചെ. അതൊന്ന് പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് പാടുപെട്ടു. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്നത്. ഹിസ് ഹൊളൈൻ പെനോർ റിംപോച്ചെ. 1963 ഈ ഒരു മൊണാസ്റ്ററി അദ്ദേഹം നിർമ്മിച്ചത്. ഇപ്പോ ഏതാണ്ട് 60 വർഷത്തിന് മേലെയായി. ഈ വരുന്ന വഴിയിലൊക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ കണ്ടു. നമ്മൾ ഇപ്പോൾ ടിബറ്റിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ, ടിബറ്റ് എന്നല്ല, ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു ഫ്ലാഗ് ഒക്കെ ബൈക്കുകളിലൊക്കെ കെട്ടിപ്പോകുന്നത്. അതൊരു ഒരു സേഫ്റ്റി, അതൊരു വിശ്വാസമാണ്. അത് കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പൊ അത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയ സമയം കറക്റ്റ് ആയിരുന്നു. കാരണം 6 മണിക്ക് ക്ലോസിംഗ് ആണ്. ഞാൻ ഏതാണ്ട് ഉള്ളിലൊക്കെ കണ്ടു. ഇപ്പോൾ ക്ലോസിംഗ് ടൈമാണ്. നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ വിളക്കുകളൊക്കെ വെച്ച് ആരാധിക്കുകയാണ്. അപ്പോൾ അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ അകത്ത് ആരംഭിച്ചു. ആദ്യകാലത്ത് ഈ മൊണാസ്റ്ററി ബാമ്പു കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 10,000-ഓളം ടിബറ്റൻ ജനത ഇവിടെ താമസിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു വമ്പൻ മിസ്സായേനെ ഉറപ്പ്. കാരണം ഇതായിരുന്നു എൻ്റെ മെയിൻ ഒരു ഡെസ്റ്റിനേഷൻ മൈസൂർ വിസിറ്റിൽ. മൈസൂർ എക്സ്പ്ലോർ ചെയ്യണേക്കാളും ഇങ്ങോട്ട് വരണം എന്നാണ് എനിക്കുണ്ടായിരുന്നത്. സോ ആ ടൈമിങ് കറക്റ്റായി എത്തി എനിക്ക്. അത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ ഞാനത് ഉള്ളിൽ പോയി കണ്ടതിന് ശേഷമാണ് ക്ലോസ് ചെയ്തത്. സോ വെൽ സാറ്റിസ്ഫൈഡ് ഓൺ ദിസ് ഡെസ്റ്റിനേഷൻ. നല്ല പീസ്ഫുള്ളായിട്ട് അവിടെ നിൽക്കാൻ പറ്റി. നല്ലൊരു പോസിറ്റീവ് എനർജി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായി വ്ളോഗ് എടുക്കാനും പറ്റി. മൈസൂർ പാലസിലെ പോലെ അത്രയും തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ടിബറ്റൻ ഗോൾഡൻ ടെമ്പിള് കണ്ടു. ഇനി നമുക്കൊരു കുറച്ച് ടിബറ്റൻ ഫുഡ് കഴിച്ചാലോ? ടിബറ്റൻ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ടിബറ്റൻ സ്പെഷ്യൽ ലാപ്പിംഗ് ഫുഡ് മൈദ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. നോക്കി നോക്കാം, ഓർഡർ ചെയ്ത് നോക്കാം. നമുക്ക് ഈ കാണുന്ന കുൻഫെൻ കഫേ ആൻഡ് ഫുഡ് സിൻസ് 1980 കയറി നോക്കാം. ഒരു അടിപൊളി ടിബറ്റൻ ഫുഡാണെന്ന് പറഞ്ഞിട്ട് ലാപ്പിംഗ് എന്ന് പറഞ്ഞ ബോർഡ് എല്ലാ കടയുടെ മുന്നിലും ഉണ്ട്. ബട്ട് ഒരു കടയിലും ലാപ്പിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇടപെടണു. എന്തായാലും ഒരു ടിബറ്റൻ സ്റ്റൈൽ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ സൂപ്പ്. മൊമോസ് ആണെങ്കിലും അവർ 12 പീസിൻ്റെ ഉള്ളൂ. ഒരു 4 or 5 പീസ് മൊമോസ് ഇല്ല. സോ സൂപ്പാക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഒരു പീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ ടിബറ്റൻ ജനത മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒരാൾ. അപ്പോൾ നമ്മുടെ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് എത്തിയിട്ടുണ്ട്. ഈ അടുത്തൊരു ഷോർട്സിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സൂപ്പ് കൂടി തൽക്കാലത്തേക്ക് നിർത്തി എന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട ഇതെന്താ പിന്നെയും സൂപ്പ് കുടിക്കുന്നതെന്ന്. ഇത് ആക്ച്വലി അതിന് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പൊതുവേ സൂപ്പ് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിശപ്പ് കൂടുമെന്നാണ് പറയുക. എന്തായാലും നോക്കാം നമുക്ക്. പെട്ടെന്ന് തന്നെ സൂപ്പ് കൂടി കഴിഞ്ഞു കേട്ടോ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പീസാണ്. പീസ് റെസ്റ്റോറൻറ്റ്.
and it was a very good soup. It was completely worth 400 rupees. സോ ഈ ഒരു ടിബറ്റിലെ കാഴ്ചകളൊക്കെ തീർന്നു. ഇനി ഞാൻ നേരെ പോവുകയാണ് കുശാൽ നഗരയിലേക്ക്. സോ ലെറ്റ്സ് ഗോ ടു കുശാൽ നഗര. ദൈവമേ, ഇവിടെ ഒരു ലൈറ്റ് പോലും ഇല്ലല്ലോ. ഏതോ കാട്ടിന് നടുവിലൂടെയാണ് ഓട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുശാൽ നഗർ ടൗണിലെത്തി. മടക്കയാത്രയിൽ നമ്മൾ ബൈലക്കുപ്പ പോയില്ല കേട്ടോ, നേരെ കുശാൽ നഗറിലേക്ക് പോയി. വേറൊരു വഴി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുശാൽ നഗർ ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ആ ഓട്ടോയിൽ ബൈലക്കുപ്പ വരെ പോകേണ്ടി വന്നില്ല. ആ ഓട്ടോക്കാരൻ തന്നെ പറഞ്ഞു ബൈലക്കുപ്പ പോണേക്കാളും എളുപ്പം കുശാൽ നഗറിലേക്ക് വരികയാണെന്ന്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പിന്നെ ഒരു ബസ് ഇങ്ങോട്ട് വിളിച്ച് വരണ്ടല്ലോ. എന്തായാലും ഓട്ടോക്കാരൻ നമ്മളെ സഹായിച്ചു. ആ ബൈലക്കുപ്പ പോകുന്നതിനേക്കാളും പൈസയും കുറവാണ് ഇങ്ങോട്ട് വരുന്നതിന്. ഇപ്പോൾ കുശാൽ നഗർ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ ടൗണാണ്. കൊടക് ജില്ലയിൽപ്പെട്ട ഒരു ടൗണാണ്. ആദ്യമായിട്ടാണ് കൊടക് ജില്ലയിലേക്ക് വരുന്നത്. കൊടക് ജില്ല ടൗൺ അങ്ങനെ കാര്യമായി എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം മടിക്കേരി, കൂർഗിൻ്റെ മറ്റു ഭാഗങ്ങൾ, സോംവാർപേട്ട്, ഇതിങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കൊടക് ജില്ലയിൽ. അത് നമുക്ക് ഡീറ്റെയിൽ ആയി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് കൂർഗിനായിട്ട് നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരാം. ഇനി ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ വിരാജ്പേട്ട പോവുകയാണ്. സോ ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. കാരണം ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ വീഡിയോ മലയാളത്തിലെ വ്ളോഗുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഷെയറിലൂടെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരിക്കും ബൈ ഫ്രം അർജുൻ.